ശംഭു ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അരുണും ബീനയും കൂടെ അങ്ങോട്ടെത്തി. പിന്നാലെ മഹേഷും. ഗൗരിയാണ് കാർ ഓടിച്ചെന്ന് അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞപ്പോൾ ഗൗരിയെ ഒന്ന് നോക്കി മഹി. നിനക്ക് എങ്ങനെ ധൈര്യം വന്ന ഗൗരി? എന്നെ വിളിച്ചാ പോരായിരുന്നോ? അരുൺ ഗൗരിയോട് ചോദിച്ചു. ഞാൻ പഠിച്ചതല്ല ചേട്ടായി, ടെസ്റ്റും പാസ്സായി, പിന്നെ എന്തിനാ പേടി? അച്ഛനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ചിരിയോടെ ഗൗരി പറയുന്ന കേട്ട് അരുൺ മഹിയെ നോക്കി. ആളിനെന്തൊന്നും പറയാത്തത്? അവളെല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നത്? ആ സമയത്ത് അവൾക്ക് അതിനുള്ള ധൈര്യം വന്നുവെങ്കിൽ അതിന് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അയ്യോ അളിയോ, എന്റെ ഗൗരി കൊച്ച് ഒരുപാട് വളർന്ന് സമ്മതിച്ചല്ലോ. പോടാ പോടാ, ഊതാതെ പോടാ. എടാ ശംഭു, നീ ഇവിടെ വന്നൊന്ന് ഇരിക്കെ. സൗമ്യക്ക് കുഴപ്പമൊന്നുമില്ലടാ, പെയിൻ തുടങ്ങിയല്ലേയുള്ളൂ. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശംഭുവിനെ മഹി ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന് കസാറിലിരുത്തി. ശംഭു തളർന്ന പോലെ മഹിയുടെ തോൾ ചാഞ്ഞിരുന്നു. പേടിയാവുന്നറ എനിക്ക്. ശംഭുവിന്റെ കണ്ണ് നിറഞ്ഞു. നീ ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ട് ഇരിക്കടേ, ഇപ്പൊ കഴിയും. വാവയും കണ്ട് അവൾ ഇപ്പിങ്ങി വരും. എനിക്ക് വേണ്ടി എന്നെ ആരുമില്ലാത്തവനെന്ന് അവളെ അമ്മ പറയുന്നത് കൊണ്ട് മാത്രമാണടാ എല്ലാരെയും ഉപേക്ഷിച്ച് അവൾ ഇവിടേക്ക് വന്നത്. വിളിമ്പിക്കൊണ്ട് ശംഭു പറയവേ അരുണും അവൻ അരികിൽ വന്നിരുന്നു ചേർത്ത് പിടിച്ചു. ആദ്യമായി ഗൗരിയും മിനിയും മാറി മാറി കൊണ്ടു നടന്നു. എല്ലാവരിലും പ്രാർത്ഥന തന്നെയായിരുന്നു. കുറച്ചു നേരം ടെൻഷൻ അടുപ്പിച്ചെങ്കിലും ശംഭുവിനെ സൗമ്യയുടെയും കുഞ്ഞുമാലാക വന്നെത്തി. നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു. തൂവെള്ളം നിറത്തിലെ ടവൽ പൊതിഞ്ഞ പിങ്ക് നിറമുള്ള മാലാകെ മോളാണെന്ന് പറഞ്ഞ സിസ്റ്റർ കാണിക്കെ ശംഭുവിന്റെ കണ്ണും നിറഞ്ഞു. ആദ്യം ഉമ്മ വെച്ചിട്ട് മതിയായില്ല. സിസ്റ്ററെ, സൗമ്യ കുഴപ്പമൊന്നുമില്ല, ഇപ്പം മയങ്ങി, കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും കേട്ടോ. മോളുമായി അകത്തേക്ക് തിരിച്ചു കയറുമ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു. പിന്നെ സൗമ്യയെ കാണാനുള്ള കാത്തിരിപ്പായിരുന്നു. റൂമിൽ കൊണ്ടുവന്ന ശേഷമാണ് മഹിയും ഗൗരിയും മഹാദേവനും ഒക്കെ തിരികെ പോകാൻ ഇറങ്ങിയത്. ഇതിനിടെ രാജീവും രോഹിണിയും കൂടെ കുഞ്ഞിനെ കാണാൻ വന്നു. മൂന്നാമത്തെ ദിവസം സൗമ്യൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. മഹിയുടെ വീട്ടിലാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോ ഒരാളെ നിർത്താം മാമി. സൗമ്യയും കുഞ്ഞിനെയും കുളിപ്പിക്കാൻ മാമിക്ക് എല്ലാം കൂടെ പറ്റൂല. ശംഭു മിനിയെ നോക്കി പറഞ്ഞു. അതൊന്നും വേണ്ട, ബീനെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മിനി തീർത്തു പറഞ്ഞു. എല്ലാം കൊണ്ട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ പതിയെ കടന്നുപോയി. ഗൗരിയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കുഞ്ഞിപ്പണ്ണിന്റെയും ആദിയുടെയും കൂടെയാണ്. എന്തുകൊണ്ടോ ആദിക്കും ഗൗരിയുടെ വല്ലാത്തൊരു അടുപ്പം വരുന്നുണ്ടായിരുന്നു. ഇപ്പം മിക്ക ദിവസവും ഉറക്കം ഉൾപ്പെടെ ഗൗരിയുടെയും മഹിയുടെയും കൂടെ തന്നെയായി. ചൗരി എന്നും വിളിച്ച് നടന്നവനിപ്പോ അത് ചൗരിയമ്മ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞിപ്പണ്ണിന്റെ നൂലുകെട്ടാണ്. മഹേടാ മഹേടാ, ഗൗരി ബാത്റൂം ഡോറിൽ തട്ടി വിളിച്ചു. ദാ വരുന്നു ഗൗരി. കഴിഞ്ഞു. മഹി കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഗൗരി ആദ്യം ഒരുക്കുവാണ്. ഷർട്ടും മുണ്ടുമാണ് ചക്കന്റെ വേഷം. അണിഞ്ഞൊരുങ്ങി സുന്ദനായി നിൽക്കുന്നു. ആരിത്? മഹിപ്പടെ സുന്ദരനാണോ? ആദ്യയുടെ കവളിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് മഹി ചോദിച്ചു. ആദ്യയാണെങ്കിൽ നാണത്തോടെ നിന്നു. ഗൗരിയെ, ചക്കന് നാണം വന്നടി. പോ മഹിയേട്ടാ, എന്റെ കൊച്ചിനെ കളിയാക്കാതെ. ദേ ആദ്യക്കുട്ടനെ മഹിയേട്ടൻ കൊണ്ടുവരുമോ? ഞാൻ കുഞ്ഞുവാവയുടെ ഉടുപ്പ് കൊണ്ട് കൊടുക്കട്ടെ. സ്വാമി ചേച്ചി റെഡി ആയിട്ടുണ്ടാകും. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം, പുറത്തേക്കോടെ നിന്ന് ഗൗരിയെ മഹി പിടിച്ചു നിർത്തി. എന്താ മഹിയേട്ടാ? സുന്ദരിയായിട്ടുണ്ട് ഈ വേഷത്തിൽ. ഗൗരിയുടെ കവളിൽ തലോടി മഹി പറഞ്ഞു. കസൂകര സെറ്റുമുണ്ടും അതിന്റെ തന്നെ ബ്ലൗസുമായിരുന്നു ഗൗരിയുടെ വേഷം. മഹിയേട്ടാ, ഗൗരി കൊഞ്ചലോടെ വിളിച്ചു. എന്റെ ചോരിയമ്മയാണ് മഹിപ്പടെ. അല്ല, മറിച്ചോ? ചകൻ പാഞ്ഞു വന്ന് മഹിയെ ഒന്നി മാറ്റി. ഇവൻ എനിക്ക് പാരയാകുമെന്ന് തോന്നുന്നുണ്ട് ഗൗരിയെ. പോയെ മഹിയേട്ട, എന്റെ ആദ്യക്കിട്ട പാവാണ് ഇല്ലേ ആദി? ഗൗരി ആദി നോക്കി ചോദിച്ചു. അവൻ ചീരിയോടെ തലയാട്ടി. ഗൗരി, നീ പൊയ്ക്കോ, ഞാൻ ഇവനെയും കൊണ്ട് വന്നേക്കാം. മഹി പറഞ്ഞതും ഗൗരി കവറുമെടുത്ത് താഴേക്ക് ഓടി. അവിടെ ചെല്ലുമ്പോൾ സൗമ്യ റെഡിയായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് കസുവിന്റെ പാവാടയും മുടുപ്പുമായിരുന്നു. സൗമ്യ സെറ്റുമുണ്ടുമായിരുന്നു കൊടുത്തത്. തേവരക്കിൽ നിന്നും എല്ലാവരും വന്നു. അതുപോലെ രോഹിണിയും രാജീവും അമ്മയും അച്ഛനും ഒക്കെ വന്നു. അച്ഛന്മാർ പിന്നെ ദിവസവും അമ്പലനടയിലെ ആലച്ചുവട്ടിൽ സൊറ പറഞ്ഞിരിപ്പ് സ്ഥിരമാണ്. ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് വന്ന ശേഷം ഇവിടുത്തെ അച്ഛൻ അമ്പലത്തിൽ പോകുന്നില്ല. ഗൗരി പൂവ് കൂടെ ഇങ്ങെടുത്തേ. മിനി ചെന്ന് പറഞ്ഞതും ഗൗരി കിച്ചണിൽ ചെന്ന് ഫ്രിഡ്ജിൽ വെച്ചെന്ന പൂവെടുത്തുകൊണ്ട് മിനിക്ക് അരികിലെത്തി. നീ അത് രണ്ടായി മുറിച്ച് ഗൗരിയുടെയും സൗമ്യയുടെയും തലയിൽ ചൂടിക്കൊടുത്തു. ഇനി അങ്ങോട്ട് ചില ചടങ്ങിന് സമയമായി. ഗൗരിയാണ് വാവയെ എടുത്തത്. ഇരുവരും ഹാൾ ചടങ്ങിന് വേണ്ടി ഒരിക്കിടത്തേക്ക് വന്നു. ദേ നോക്കി രാജീവേട്ടാ, കുഞ്ഞിപ്പണിനെ കണ്ടോ? ഗൗരിക്ക് അരികിൽ വന്ന് നോക്കി കവളിൽ തൊട്ട് രോഹിണി പറഞ്ഞു. രോഹിണിക്ക് വയറൊക്കെ നന്നായി വലുതായി. ഞാനും ഉണ്ടായി. അല്പം മുന്തി നിൽക്കുന്ന വയറുമായി അലീന അവർക്കടുത്തേക്ക് വന്നു. ചടങ്ങിന് സമയമായി മോളെ, സൗമ്യ വാ, മഹാദേവൻ വിളിച്ചു പറഞ്ഞു. സൗമ്യ വന്ന് ശംഭുവിന്റെ അരികിലിരുന്നതും പുറത്തൊരു കാർ വന്നു നിന്നു. അതിൽ വസുന്ധരയും മോഹനും ഇറങ്ങി. ഞങ്ങള് വരുമെന്ന് ചടങ്ങ് നടത്താമെന്ന് വിചാരിച്ചോ? കുത്തിത്തിരിപ്പുമായി വസുന്ധര ഉള്ളിലേക്ക് വന്നു. എവിടെ അമ്മമ്മയുടെ കുഞ്ഞിപ്പെണ്ണ്? സൗമ്യയുടെ മടിയിലിരുന്ന കുഞ്ഞിനെ വസുന്ധര കൊഞ്ചിച്ചു. നീ ഇങ്ങോട്ട് മാർ വാസു, ചടങ്ങ് നടക്കട്ടെ.
അങ്ങോട്ട് വന്ന മോഹനൻ പറഞ്ഞു. ശംഭും മുള്ള അരിയിൽ ആദ്യം കറുത്ത ചരടിൽ വലംപിരിയും ഇടംപിരിയും ഒക്കെ കോർത്ത് കെട്ടി, പിന്നലെ സ്വർണത്തിൽ അരഞ്ഞാണം കെട്ടി. അപ്പോഴേക്കും കുഞ്ഞി ഉണർന്ന് കരയിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇനി പേര് വിളിക്കുന്നില്ലേ? സുധാകരനാണ് ചോദിച്ചത്. ഉണ്ട്. ശംഭു പറഞ്ഞിട്ടും വെറ്റില കൊണ്ട് ഒരു ചെവി മൂടി മറുകൈയിൽ അവൻ ആദ്യം ലക്ഷ്മി എന്ന് വിളിച്ചു, അതുപോലെ മറു ചെവിയിലും വിളിച്ചു. പിന്നെ എല്ലാവരും കിളക്കി പറയുകയും ചെയ്തു. ഗൗരിയെ വാ, വീട്ടിലെന്താ വിളിക്കാൻ കണ്ടുവച്ചിരുന്നേ, അത് വിളിക്കുന്നേ. ശംഭു കുഞ്ഞിനെ ഗൗരിക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗരിമോളെ വാങ്ങി നെഞ്ചോട് ചേർത്ത് മഹിയെ നോക്കി. അവനും ചേർന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതും ആദ്യക്കുട്ടൻ പാഞ്ഞ അവർക്കരികിലെത്തി. മഹിപ്പാ, ഞാനും. അവൻ ഇരു കൈ നീട്ടി പറഞ്ഞു. മഹി അവനെ പൊക്കിയെടുത്ത് കയ്യിൽ വെച്ചു. പിടിച്ചോ, ഗൗരിയുടെ മഹി പറഞ്ഞു. കുഞ്ഞാറ്റ. ഗൗരി അമ്മയുടെ കുഞ്ഞാറ്റ. കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ ഉമ്മ വെച്ച് ഗൗരി വിളിച്ചു. അപ്പം മഹി കുഞ്ഞിനെയും വാങ്ങിയതും ഗൗരി ഒരു മാല കുഞ്ഞാറ്റി അണിയിച്ചു. പിന്നെ പതിയെ സൗമ്യയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ മിനിയും മഹാദേവനും കാൽത്തളയാണ് കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തത്. പിന്നെ അലീന വള കൊടുത്തു. അരുൺ കുറച്ചു ഉടുപ്പും മറ്റു സാധനങ്ങളും. രോഹിണി വളയിട്ടു. തേവരിക്കലുള്ളവരൊക്കെ കമ്മലും വളയും കൈച്ചെയിനും ഒക്കെ കൊടുത്തു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണെ സ്വർണത്തിൽ മുക്കിയെടുത്തു എന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിലെ വസുന്ധരയും മോഹനൻ സമ്മാനം കൊടുക്കാൻ വിട്ടിട്ടുള്ളൂ. ഒരു മാല തന്നെയാണ് അവരും കൊടുത്തത്. സമ്മാനം കൊടുക്കൽ കഴിഞ്ഞതോടെ പിന്നെ ഭക്ഷണം കഴിക്കാനായി മുറ്റത്ത് സൗകര്യം ചെയ്തിരുന്നു. കുറച്ചുപേര് കഴിക്കാനായി പോകുമ്പോഴാണ് ഗൗരി, സൗമ്യയും രോഹിണിയും അലീനയും കൂടെ ഒരു റൂമിൽ കുഞ്ഞുങ്ങളുമായിരിക്കുന്നത്. വസുന്ധര കണ്ടത് നേരെ അങ്ങോട്ട് ചെന്നു അവിടെ ഇരിപ്പ് പിടിച്ചു. സൗമ്യ ഒന്നും വേണ്ടാതെ കുഞ്ഞാറ്റിക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നു. ആദി, അമ്മമ്മ മറന്നോടാ? ആദ്യം എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വസുന്ധര ചോദിച്ചു. ഞാൻ വരൂല, പൊരിമ കൊടുച്ചു. ആദ്യ ഗൗരിയുടെ മടിയിൽ ഒതുങ്ങി. നിനക്ക് എത്ര മാസമായി കൊച്ചേ? അലീന ആരെന്ന് പോലും അറിയാതെ അവളോട് ചോദിച്ചു. 3 കഴിഞ്ഞു. നിനക്കോ? അടുത്തത് രോഹിണിയോടായി. 7 ആകുന്നു. രോഹിണിയും പറഞ്ഞു. ഗൗരിയും സൗമ്യയ്ക്കും മനസ്സിലായിരുന്നു വസുന്ധരയുടെ ചോദ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന്. നിനക്കോ ഗൗരി? എനിക്ക് മാസം തികഞ്ഞു. എപ്പ വേണേലും ഞാൻ പ്രസവിക്കും. എന്തേ? ഗൗരി വസുന്ധരയോട് ചോദിച്ചു. അവരൊന്നും ഞെട്ടി. അവര് മാത്രമല്ല, അടുത്തിരുന്ന 3 വന്നപ്പോ മുതലുള്ള ഗൗരിയുടെ സന്തോഷം. ഓരോരുത്തരും അവളെ കൊണ്ട് നടക്കുന്ന രീതിയൊക്കെ കണ്ട് കുശുമ്പ് മൂത്തിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരം മൂത്തു വന്നത്. മുൻപ് കണ്ട ഗൗരിയോടാണ് ചോദിച്ചതെങ്കിൽ ഇന്ന് മുഴുവനും കരയാനുള്ള വകയായിരുന്നു. ഒക്കെ തെറ്റി. അവരുടെ ഉള്ളിൽ ഗൗരിയോട് വീണ്ടും ദേഷ്യം നിറഞ്ഞു. ഗൗരി, നീ മോളെ എന്ന് പിടിക്ക്, ഞാനിപ്പ വരാം. കുഞ്ഞാറ്റിയെ ഗൗരിയുടെ കയ്യിൽ വെച്ച് കൊടുത്ത സൗമ്യ ആദ്യം ഗൗരിയെ ചേർത്ത് പിടിച്ചിരിപ്പുണ്ട്. ദേ സൗമ്യ, ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഗൗരിയോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. പക്ഷെ കുഞ്ഞിനെ ഈ പെണ്ണിന്റെ കയ്യിൽ എന്തിനാ നീ കൊടുക്കുന്നത്? 2 കുഞ്ഞുങ്ങളും ഇവളുടെ കൈവശമായി. ഇനി ഇവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ നിർത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോണം. ഈ വിഷം വർത്തമാനം കേൾക്കാൻ വയ്യാതെയാണ് ഞാൻ അവിടെ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. പ്രസവിച്ചിട്ടും അറിയിക്കാതിരുന്നത്. ഇപ്പൊ പോലും നിങ്ങൾ കുറ്റം പറഞ്ഞ ഇവളും എപ്പോഴും നിങ്ങൾ അനാഥനെന്നും പറഞ്ഞ് കളിയാക്കുന്ന എന്റെ ശംഭു ചേട്ടനും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ചടങ്ങിനെ നിങ്ങൾ ക്ഷണിച്ചത്. ഇനി വേണ്ട, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പോയി താ, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം. ഉറക്കലറും പോലുള്ള സൗമ്യയുടെ ബഹളം കേട്ട് എല്ലാരും ഓടി റൂമിലേക്ക് വന്നു. മഹിയുടെ കണ്ണുകൾ ആദ്യം തേടിയത് ഗൗരിയാണ്. പകച്ചിരിക്കുന്നവളെ കാണി കാര്യം അറിഞ്ഞില്ലെങ്കിലും അവന്റെ നെഞ്ചു പടഞ്ഞു. ഗൗരിയുടെ നിൽപ്പം കണ്ടു മഹി മുന്നിൽ നിന്നവരെ മാറ്റി റൂമിനുള്ളിലേക്ക് കയറി. എന്തെവിടെ ഗൗരി, എന്തു പറ്റി? മഹി ഗൗരിയെ ചേർത്ത് പിടിച്ചു. പാടില്ല, ഞാൻ ഇവിടെ ഈ സ്ത്രീക്ക് മുന്നിൽ തളർന്നു നിന്നാൽ എന്നെ ചേർത്ത് പിടിച്ച് പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന എന്റെ മഹിയേട്ടനാണ് തോൽക്കുന്നത്. അതോർത്തതും ഗൗരി മഹിയിൽ നിന്നും വേർപെട്ട് വസുന്ധരയുടെ അടുത്തേക്ക് വന്ന് തല ഉയർത്തി പിടിച്ച് അവരെ നോക്കി. അതെ വസുന്ധരാമ, എന്താ പറഞ്ഞത്? കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നാൽ ദോഷമുണ്ടാകുമെന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങളെന്താ ഇവിടെ വന്ന് നിന്ന് നിങ്ങളുടെ മകളെയും കൊച്ചുമകളെയും നോക്കിയില്ല? പിന്നെ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴേക്കും കുഞ്ഞുണ്ടാവണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതോ 1 വർഷത്തിനുള്ളിൽ പ്രസവിച്ചില്ലെങ്കിൽ ഒരിക്കലും പ്രസവിക്കില്ല എന്നാണോ അതിന്റെ അർത്ഥം? എന്തായാലും ഞാനേ പ്രസവിക്കാൻ മുട്ടിയല്ല കല്യാണം കഴിച്ചത്. അതുകൊണ്ട് വസുന്ധരാമച്ചി വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ ഉണ്ടിട്ട് പോകാൻ നോക്ക്. ആദ്യകുട്ടാ വാടാ. പറഞ്ഞിട്ട് ഗൗരി തിരിഞ്ഞ് ആദ്യയുടെ കൈയും പിടിച്ച് മുകളിലെ റൂമിലേക്ക് പോയി. വസുന്ധര മറുപടി ഏതുമില്ലാതെ പകച്ചു നിന്നുവെങ്കിലും ബാക്കിയുള്ളവർക്ക് ഗൗരിയുടെ മറുപടി ഒരാശ്വാസമായിരുന്നു. അപ്പോഴും ഗൗരിയുടെ ഉള്ളം നോവുന്നുണ്ടെന്നും തന്റെ സാമീപ്യം അവളിപ്പോ ആഗ്രഹിക്കുന്നുണ്ടെന്നും മഹിക്ക് മാത്രം മനസ്സിലായി. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ നിന്നും എങ്ങനെ പോകും? മഹി വീണ്ടും മുറ്റത്തേക്ക് വന്ന് ഭക്ഷണം വിളമ്പതിൽ മുഴുകിയെങ്കിലും അവന്റെ മനസ്സ് മുഴുവനും ഗൗരിക്ക് അരികിലായിരുന്നു. അളിയോ, ഇത് ഞാൻ നോക്കാം, നിങ്ങൾ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലു മനുഷ്യ. ആരോൺ അടുത്ത് വന്ന് സാമ്പാറിന്റെ പാത്രം മഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. റൂമിലെത്തിയ ഗൗരിയുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. ചോരിമാ കയ്യാലേ ആദ്യം കച്ചിൽ വരും. ഗൗരിയുടെ കവളിലെ കണ്ണുനീര് തുടച്ചുണ്ടാതി അവളുടെ കവളിൽ ഉമ്മ വെച്ചു.
പിച്ചേ ചോരിമേ, ഞാൻ കുട്ടിയല്ലേ ചോരിമ, ആദികളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. റൂമിന്റെ ഡോർ തുറന്ന മഹി അകത്തേക്ക് കയറി വാതിലടച്ചു. മഹിപ്പാ, ആദ്യം ഓടി വന്ന മഹിയുടെ കാൽ ചുറ്റിപ്പിടിച്ചു. ഞാൻ നോക്ക് ചേമ കഞ്ഞു, ഞാൻ ഉമ്മ വെച്ചു ചോപ്പിച്ചു. അവൻ അവന്റെ ഭാഷയിൽ ഇരുവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. മഹി അവനെ വാരിയെടുത്ത് ഗൗരിക്കരികിൽ വന്നിരുന്നു. ഗൗരി, അവൾ മുഖം കുനിച്ചിരുന്നതല്ലാതെ അവനെ നോക്കിയില്ല. മഹി ആദ്യം ബെഡിലിരുത്തി അവന് കളിക്കാൻ ഒരു കാർ എടുത്തു കൊടുത്തു. അവൻ അതുമായി ചങ്ങാത്തം കൂടിയത് മഹി വീണ്ടും ഗൗരിക്കരികിൽ ചേർന്നിരുന്നു. ഗൗരി നോക്കുമോളെ. അവൻ അവളുടെ മുഖം ഉയർത്താൻ ശ്രമിച്ചു. ഗൗരി ബലം പിടിച്ച് അങ്ങ് തന്നെ ഇരുന്നു. മഹിയേട്ടനെ നോക്കിയില്ലേ ഗൗരി, ദേഷ്യാണോ? ഗൗരി പിടഞ്ഞുകൊണ്ട് അവന്റെ വായ പൊത്തി. സങ്കടം വന്നണ്ട, നോക്കാതെ, അല്ലാതെ എന്റെ മഹിയേട്ടനോട് ഞാൻ പിണങ്ങോ? വിരുമ്പിക്കൊണ്ട് ഗൗരി പറഞ്ഞു. മഹിപ്പാ, ചോരിമിക്ക് ഉമ്മ കൊക്ക്, എന്നാലേ കച്ചില് മാറും. ആദ്യം എഴുന്നേറ്റ് വന്ന് ഗൗരിയുടെ മടിയിലിരുന്നു. കവളിൽ മാറി മാറി മുത്തി. മഹി ഇരുവരെയും ചേർത്ത് പിടിച്ച് ഗൗരിയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. മഹിപ്പ എച്ചും. അപ്പോഴേക്കും ആദ്യം മുഖം മഹിക്ക് നില നീട്ടി. മഹി ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടമർത്തി. 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അവന് ഗൗരിയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, മുഖമൊന്ന് വാടിയാൽ അവന് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ കുറച്ചു ദിവസമായിട്ടാണ് ഇങ്ങനെ. മഹിയേട്ടാ, താഴേക്ക് ചെല, അവിടെ എല്ലാരും ഉള്ളതല്ലേ, ഞാൻ വരാം. ഗൗരി ആദ്യമായി എഴുന്നേറ്റു. മഹി ഇരുവരെയും ചേർത്ത് നെഞ്ചിൽ അമർത്തി പിടിച്ചു. രണ്ടിന്റെയും കവളിൽ മുത്തി ഇരുവരും മഹിയുടെ കവളിലും ചുണ്ട് ചേർത്ത് താഴേക്കിറങ്ങി. നീ എവിടെയാ പെണ്ണെ പോയത്? റൂമിൽ പോയതാടി. എനിക്ക് ആ സ്ത്രീയെ കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നു. ഗൗരി പല്ല് കടിച്ചു പറഞ്ഞു. എനിക്കും അവരെ ഇഷ്ടായില്ല, രോഹിണി പറഞ്ഞു. ചേച്ചിക്ക് അറിയില്ല എന്റെ ഗൗരി ആ സ്ത്രീയുടെ വായിൽ നിന്ന് കേട്ടതൊന്നും. അലീനയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ദേഷ്യം ഇരച്ചു കയറി. എടിയടി, വയറ്റിലൊരു കുഞ്ഞുള്ളതാടി, ഇത്രയും ദേഷ്യം കാണിക്കാതെ. ഭിത്തിയിൽ കൈ ചുരുട്ടി ഇടിക്കാൻ പോയ അലീനയുടെ കയ്യിൽ പിടിച്ച് ഗൗരി, ചോരമ്മ എച്ച് വെള്ളം വേണം, വാ നമുക്ക് പോയി കുടിച്ചിട്ട് വരാം. അലീന, നിനക്കോ? ചേച്ചിക്ക് വെള്ളം വേണോ? വേനടി, ഇനിയിപ്പോ ഉണ്ണാനുള്ളതല്ലേ, ഇപ്പൊ വേണ്ട. എനിക്ക് വേണ്ട ഗൗരി, നീ മോന് കൊടുത്തിട്ട് വാ. ഗൗരി ആദ്യമായി പുറത്തേക്ക് പോയി. അലീനയ്ക്ക് ഗൗരിയുടെ ഒത്തിരി ഇഷ്ടമാണല്ലേ? അതേലോ, അവളെന്റെ കൂട്ടുകാരി മാത്രമല്ല, എന്റെ കൂടപ്പിറപ്പുമാണ്. അതൊക്കെ ചേച്ചിക്ക് അറിയാലോ. അറിയാം, രാജീവിടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ചേച്ചി, ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഞങ്ങളെ രാജകുമാരിയാണ്. തേവരക്കിലെ രാജകുമാരി. പിന്നെ മഹിയേട്ടന്റെ ഗൗരി എന്നാൽ ഒരുതരം ഭ്രാന്താണ്. എനിക്കും അതറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യയോടെ ഗൗരി, മീനിമ്മ എടുത്തോണ്ട് പോയി ചോറ് കൊടുക്കാൻ. നീ കൊടുക്കാം. വാശി പിടിച്ചിട്ടടി അവൻ. അങ്ങനെ വാശി ഒന്നുമില്ല അവന്. ഞാനുണ്ടെങ്കിൽ എന്റെ കൂടെ നടക്കണം, കിടക്കണം, അങ്ങനെയല്ലാതെ വേറെ വാശി ഒന്നുമില്ല അലീന. എടി, രാത്രി അവൻ കറില്ലേ സൗമ്യേച്ചയും ചേട്ടനെയും കാണാൻ? ഇവിടെ വന്ന ശേഷം അല്ലെ ഞങ്ങളുടെ കൂടെ കിടക്കുന്നതും. ഇതുവരെ കരഞ്ഞിട്ടില്ല. ഇനി ഇന്ന് അവര് അപ്പുറത്തെ വീട്ടിൽ പോകും. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് അവരൊക്കെ പോകുമ്പോ ആദ്യം കൂടെ പോവോ ഗൗരി? രോഹിണി ചോദിച്ചു. അറിയില്ല ചേച്ചി, അവന്റെ ഇഷ്ടം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഗൗരി പറഞ്ഞു. പിള്ളേരെ, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? വന്ന് കഴിക്കാൻ നോക്കിക്കേ. മിനി വന്ന 3നെയും വഴക്ക് പറഞ്ഞു. ഗൗരിക്ക് കഴിച്ചു കഴിഞ്ഞതും ഓരോരുത്തരെയും പോകാൻ ഇറങ്ങി. ആദ്യം തേവരിക്കുള്ളവർ ഇറങ്ങി, പിന്നാലെ അലീനയും സിവിനും, പിന്നെ രോഹിണിയും രാജീവും ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത നൂലുകെട്ട് അവിടെയാണ് സുധാകര. മഹാദേവൻ സുധാകരനോട് പറയുന്നത് കേൾക്കെ രോഹിണിയും രാജീവും ചിരിയോടെ കാറിലേക്ക് കയറി. കൂടെ രാജീവിന്റെ അമ്മയും സുധാകരനും. സന്തോഷത്തോടെ ഓരോരുത്തരെയും പിരിഞ്ഞു. അവസാനം ശംഭുവും കുടുംബവും മോഹനും വസുന്ധരയും മാത്രമായി മഹിയുടെ വീട്ടിൽ. മഹേഷേട്ടാ, ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. എന്റെ അമ്മയ്ക്ക് ശരിയാണ്, പക്ഷേ ആ വിഷത്തിനെ ഇനിയും ഇവിടെ നിർത്തിയാൽ എന്റെ ഗൗരി കൊച്ചിനെ ഇനിയും കരയ്ക്കും. അതുകൊണ്ട് ഇന്നിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പാവം എന്റെ ശംഭു ചേട്ടനാകും അവിടെ ഇന്നത്തെ ഇര. ഈ ഒരു രാത്രി സഹിച്ചേ പറ്റൂ. സൗമ്യ, എടി, അതൊന്നും സാരില്ല. നീ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ രണ്ടാളെയും കൂടെ നോക്കാനൊക്കെ? ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മഹി, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. മഹി ഒന്ന് മോളി. കുഞ്ഞാറ്റയും മാതിയും ഇറങ്ങിയപ്പോൾ ഗൗരിയുടെ മനസ്സൊന്ന് നൊന്തു. മിനിയും മഹാദേവനും മഹേഷും ഒക്കെ സങ്കടം പുറത്ത് കാണിക്കാതെ നിന്നു. എല്ലാരും പോയപ്പോൾ വീട് ഉറങ്ങി. മിനിക്ക് ശരിക്കും സങ്കടം വന്നു. രാത്രി കഴിക്കാനുള്ളതൊക്കെ മിനി ഉണ്ടാക്കി മഹിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അവൻ ചെല്ലുമ്പോൾ ആദ്യം ഉറങ്ങിയിരുന്നു. കുഞ്ഞാന്റെ താഴെ വീഴ്ച പായിൽ കിടപ്പുണ്ട്. അടുത്ത് തന്നെ കുഞ്ഞിനെ കളിപ്പിച്ച് വസുന്ധരയും. മഹി മോളെ ഇന്ന് കളിപ്പിച്ചിട്ട് ശംഭുവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. നാളെ പോകോടാ ഈ പാര? അറിയില്ല മഹി, വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വരുമെന്ന്. പാര പണിയൻ ആ തള്ളയെ കഴിഞ്ഞ് ആരുള്ളൂ. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഗൗരിയാണ് അല്ലെ മഹി? അവൾക്ക് വിഷമമായിട്ടുണ്ടാകും. കാരണം എന്റെ ഗൗരി കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതറിയാവുന്ന എനിക്ക് മനസ്സിലാകും. അവൾക്കും എത്രത്തോളം വേദനിച്ചെന്ന്. എങ്കിൽ അവൾക്ക് മുന്നിൽ പിടിച്ചു നിന്നല്ലോ. അത്രയും മാറിയില്ല എന്റെ കൊച്ച്. സൗമ്യയും അത് തന്നെ പറഞ്ഞു. എന്നാ നാളെ ഈ വിഷയത്തെ പാക്ക് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങുക. എന്റെ ചക്കനെ നോക്കിക്കൊണ്ടടാ. അതൊക്കെ സെറ്റല്ലേ? മഹി മോളിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു. വീടെത്തുമ്പോൾ 3 ആളും ഉമ്മർത്തുണ്ടായിരുന്നു. ആദ്യം ഇങ്ങോട്ട് വരാൻ കരഞ്ഞ മഹിയേട്ടാ.
ഗൗരി മഹിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ലടി, ചെക്കൻ സുഖം ഉറക്കം. ഞാൻ ചെന്നപ്പം കുഞ്ഞാറ്റോ മഹി, അവള് പായിൽ കിടന്ന് കളിക്കണം. അടുത്ത വിഷവുമുണ്ട്. ആ, വന്ന് കഴിക്കാൻ നോക്ക്. കിടക്കണം, കാലൊക്കെ വേദനിക്കണം. മിനി ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്താ മിനിയമ്മ, കാലിൽ ഞാൻ നോക്കട്ടെ. എന്നോട് എന്താ പറയാത്തത്? അതിനൊന്നും ഇല്ല എൻ്റെ ഗൗരി, ചെറിയൊരു മുട്ടുവേദന, പ്രായമായി വരികയല്ലേ. മരുന്ന് എന്തെങ്കിലും ഉണ്ടോ അമ്മ കഴിക്കാൻ? മഹി വന്ന് മിനിയെ ചേർത്ത് പിടിച്ചു. മരുന്നൊന്നും വേണ്ടടാ, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. നീ വാ, കഴിക്കാം. നാലാളും ഒരുമിച്ച് കഴിക്കാനിരുന്നതും പക്ഷെ ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. കുട്ടികൾ പോയ വിഷമം പറഞ്ഞില്ലെങ്കിലും 4 പേർക്കും ഉണ്ടായിരുന്നു. മിനിമ പോയി കിടന്നു, ഞാൻ ഒതുക്കിക്കോളാം ഇവിടെ. മിനിയെ റൂമിലേക്ക് പറഞ്ഞു വിട്ട് പാത്രമൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ആക്കിയിട്ടാണ് ഗൗരി റൂമിലേക്ക് വന്നത്. മഹി ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ടിട്ടാണ് ഗൗരി ഫ്രഷ് ആവാൻ പോയത്. തിരിച്ചു വരുമ്പോഴും മഹി അവിടെ നിൽക്കുന്ന കണ്ട് ഗൗരി മഹിയുടെ പിന്നിൽ വന്ന് നിന്നു. മഹിയേട്ടാ. പിന്നിൽ വന്ന് നിന്നിട്ടും അറിയാതെ ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ ഗൗരി വിളിച്ചു. മഹി തിരിഞ്ഞ് ഗൗരിയെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കാണാൻ ഗൗരി ഒന്ന് അമ്പരന്നു. എന്താ മഹിയേട്ടാ? മീനിയമ്മയ്ക്ക് വയ്യാത്തോണ്ടാണോ മഹിയേട്ടാ? മഹിയൻ ചുറ്റിപ്പിടിച്ച നെഞ്ചിൽ ചേർന്ന് നിന്ന് ഗൗരി ചോദിച്ചു. അല്ല, അത് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇവിടെ വന്ന ശേഷം ഇപ്പോഴാണ് വേദന വരുന്നത്. അതിന് മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചാൽ മാറും. മഹി ഗൗരിയെ ചുറ്റിപ്പിടിച്ചോണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ സങ്കടം? സോറി ഗൗരി, മഹിയേട്ടനോട് ക്ഷമിക്കടി. ഗൗരിയും ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വിങ്ങിക്കരഞ്ഞു മഹി.